ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, നമുക്കിരിക്കാം. നമ്മള് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി, നിറവിനായി നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കണേ. നമ്മളിപ്പോ അപ്പോസ്തലന്മാരുടെ കാര്യം പറഞ്ഞതുപോലെ അപ്പോസ്തലന്മാര് ഈശോയുടെ കൂടെ 3 വർഷം നിരന്തരം യേശുവിന്റെ ഒപ്പം നടന്നവരാണ്. അല്ലേ? ആണ്. അവരെല്ലാം ഉപേക്ഷിച്ചു പോയവരാണ്. അവര് ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. ഈശോ തന്റെ പ്രഥമ അപ്പോസ്തലന്മാരെ വിളിക്കുന്നു. ആരൊക്കെയാ? പത്രോസ്, അന്ത്രയോസ്, യോഹന്നാൻ, യാക്കോബ്. അവരെയൊക്കെ ഈശോ വിളിക്കുമ്പോ അവരത്ഭുതകരമായ ഒരു മീൻപിടുത്തത്തിന് ശേഷമാണ് വിളിക്കണേ. ആ മീനെല്ലാം അവരുപേക്ഷിച്ചു, വലയും വഞ്ചിയും ഉപേക്ഷിച്ചു. സബദിപുത്രന്മാരായ യോഹന്നാനും യാക്കോബും മാതാപിതാക്കളെയും വിട്ട് ഈശോയുടെ പിന്നാലെ പോയി. എല്ലാം ഉപേക്ഷിച്ചു പോയി. യേശു മാത്രം മതി. ആ ഒരു വിശ്വാസത്തെ അവർ പോവാണ്. അങ്ങനെ 3 വർഷം യേശുവിന്റെ ഒപ്പം, ഈശോയുടെ കൂടെ അവർ ചെലവഴിക്കുന്നു. ഈശോ പറഞ്ഞ വചനം മുഴുവൻ അവർ കേട്ടു. യേശുവിന്റെ കരം വഴി നടന്ന അത്ഭുതങ്ങൾ അവർ കണ്ടു. യേശു ദൈവപുത്രനാണ് എന്നുള്ള സത്യം അവർ തിരിച്ചറിഞ്ഞു. ഹല്ലേലൂയ എന്ന് കരം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശു ദൈവപുത്രനാണ് എന്ന സത്യം അപ്പോസ്തലന്മാര് തിരിച്ചറിഞ്ഞു. പല അനുഭവങ്ങളിലൂടെ അവര് സൗഖ്യങ്ങളെല്ലാം കണ്ടു. പിശാചുകൾ ഓടിപ്പോകുന്നത് കണ്ടു. ഈശോയെ ഏറ്റുപറഞ്ഞതിന് ശേഷം പിശാചുകൾ വിട്ടുപോയിട്ടുണ്ട്. നീ പരിശുദ്ധനാണ്, നീ ദൈവപുത്രനാണ് എന്ന് ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് പിശാചുകൾ വിട്ടുപോകുന്നത് ഈ അപ്പോസ്തലന്മാർ കണ്ടു. തന്നെയല്ല, പല അത്ഭുതങ്ങളും. മരിച്ചവരെ ഉയർപ്പിക്കുന്നു. നായിനിമിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു. ഒരു ബാലികയെ ഉയർപ്പിക്കുന്നു. എല്ലാത്തിലുപരി മരിച്ച് 4 ദിവസം കഴിഞ്ഞ് ശരീരം അഴുത്തു തുടങ്ങിയ ലാസറിനെ ഈശോ ഉയർപ്പിക്കുന്നു. അപ്പൊ മരണത്തിന്റെ മേൽ അധികാരമുള്ളവൻ, ജീവന്റെ മേൽ അധികാരമുള്ളവനാണ് ഈശോ എന്ന് ഈ അപ്പോസ്തലന്മാർ തിരിച്ചറിഞ്ഞു. കുഷ്ഠരോഗികൾ, തളർവാദ രോഗികൾ, രക്തസ്രാവക്കാരി, പാപിനികളായ സ്ത്രീകൾ, ഇന്ന് വേണ്ട എല്ലാത്തരം മനുഷ്യരെയും ഈശോ സൗഖ്യം കൊടുത്ത് അവരെല്ലാം സുഖപ്പെടുത്തുന്നത് ഈ അപ്പോസ്തലന്മാർ കണ്ടു. പാപം മോചിപ്പിക്കുന്നത് കണ്ടു. ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന പാപമോചനം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ പറഞ്ഞത് അവർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്നിട്ടും രൂപാന്തരീകരണ സമയത്ത് ഏലിയായും മോശയും ഈശോയുടെ വലതുവശത്തും ഇടതുവശത്തുമായി പ്രത്യക്ഷപ്പെട്ടത് ഉൾപ്പെടെ എല്ലാം ഈ അപ്പോസ്തലന്മാർ കണ്ടു. പ്രത്യേകിച്ച് പത്രോസും യോഹന്നാനും യാക്കോബും ഒക്കെ കണ്ടു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈശോയുടെ കുരിശു മരണം വന്നപ്പോ അവർ ഈശോയെ വിട്ടുപോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ കുരിശു മരണം വന്നപ്പോ അവർ ഈശോയെ വിട്ടുപോയി. അവരെല്ലാവരും ഓടി ഒളിച്ചു. അവർ ഭയചകിതരായിരുന്നു. ആ ഭയം പിന്നീട് അങ്ങ് മാറിയില്ല. അപ്പോസ്തലന്മാരുടെ ഈ ഭയം പിന്നീട് മാറിയില്ല. അതിനുശേഷം യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വാർത്ത കേട്ടു. പത്രോസും യോഹന്നാനും യേശുവിന്റെ ശവകുടീരത്തിങ്കിലേക്ക് ഓടിപ്പോയി കല്ലറയിലേക്ക് ചെന്നു. പത്രോസ് അകത്ത് പ്രവേശിച്ചു. കല്ലറയിൽ ഈശോയുടെ ശരീരമില്ല എന്ന് മനസ്സിലാക്കി. അവിടെ തലയിൽ ചുറ്റിയ ആ കച്ചയും തൂവാലയും എല്ലാം അവിടെ കിടപ്പുണ്ട്. തന്നെയല്ല, അതിന് തൊട്ടു മുമ്പ് മഗ്ദലേന മറിയം സാക്ഷ്യം കൊടുത്തു, ഈശോ അവിടെ ഇല്ല. ഒരു ദൈവദൂതൻ അവളോട് പറഞ്ഞിരിക്കുന്നു. യേശു തന്നെ നേരിട്ട് അവൾക്ക് പ്രത്യക്ഷനായിരിക്കുന്നു. ഇതെല്ലാം ഇവരൊക്കെ പങ്കുവെച്ചു. ഈ പങ്കുവെച്ചിട്ടും ഈ ഭയം അവര് വിട്ടുപോയില്ല. ഹല്ലേലൂയ. ഈ ഭയം വിട്ടുപോയില്ല. ഇത്രയേറെ ദൈവാനുഗ്രഹം ഉണ്ടായിട്ടും, ഇത്രയേറെ കാഴ്ചകൾ കണ്ടിട്ടും, ഇത്രയേറെ സാക്ഷ്യങ്ങൾ ലഭിച്ചിട്ടും, ഇത്രയേറെ ബോധ്യങ്ങൾ വന്നിട്ടും അവരുടെ ഭയം വിട്ടുപോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് രണ്ട് ശിഷ്യന്മാർ ഒളിച്ചോടി. എങ്ങോട്ട് ഒളിച്ചോടി? അവര് ജെറൂസലേമിൽ നിന്ന് എങ്ങോട്ട് ഒളിച്ചോടി? ലൂക്ക 24-ാം അധ്യായം. അവര് ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് ഒളിച്ചോടി. ഹല്ലേലൂയ. ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് അവർ ഒളിച്ചോടിയത് എന്തും പറഞ്ഞുകൊണ്ടാ? യേശു ഉദ്ധാനം ചെയ്ത കാര്യത്തിൽ അവർക്ക് സംശയം. യേശു ഉദ്ധിതനായി ഇന്നും ജീവിക്കുന്നു
എന്ന കാര്യത്തിൽ അവർക്ക് സംശയം വന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവർ ഒളിച്ചോടിയപ്പോൾ എന്താ സംഭവിച്ചേ? ഇവര് രണ്ടുപേരായിട്ട് പോണേ. ഈ രണ്ടുപേര് തമ്മിൽ തർക്കമാണ്, ഭയങ്കര തർക്കം. ഇവർ രണ്ടുപേര് തമ്മിൽ തർക്കിച്ചുകൊണ്ടാ പോവുക. അപ്പോൾ നമ്മൾ ഓർക്കണം, ഈശോ 12 അപ്പോസ്തലന്മാരെ കൂടാതെ 72 ശിഷ്യന്മാരെ വേറെയും തെരഞ്ഞെടുത്തിരുന്നു, ഇല്ലേ? 72 പേരെ ഈശോ സുവിശേഷ വേലക്കായിട്ട് പ്രത്യേകം തെരഞ്ഞെടുത്തിരുന്നു. ആ 72 പേരെ ഈശോ ഈ 2 പേരായിട്ട് അയച്ചു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് സന്തോഷിച്ചിരുന്ന എല്ലാവരും, ഒന്ന് സന്തോഷിച്ച് ആനന്ദത്തോടെ ഇരുന്ന്. പരിശുദ്ധാത്മ ശക്തിയിൽ നമ്മൾ നിറയുമ്പോൾ നമുക്ക് ആദ്യം വരേണ്ടത് ആനന്ദമാണ്. ദൈവത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ആദ്യം വരേണ്ടത് ആനന്ദമാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ എപ്പോഴും പറയും, ദൈവാശ്രയ ബോധമുള്ളവന്, ദൈവത്തിൽ ശക്തമായ വിശ്വാസമുള്ളവന് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന എന്താ? ആനന്ദമാണ്. കാരണം എന്താ? അവന്റെ ധൈര്യം കർത്താവാണ്. ഹല്ലേലൂയ. എന്റെ ധൈര്യം കർത്താവാണ്. ഒന്ന് ഏറ്റു പറഞ്ഞേ, എന്റെ ധൈര്യം എന്റെ കർത്താവാണ്. എന്റെ ധൈര്യം എന്റെ കർത്താവാണ്. അതെ, നമ്മുടെ ധൈര്യം നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവ് കൂടെയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ധൈര്യം. കർത്താവിന്റെ കൂടെയുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? ഹല്ലേലൂയ, അല്ലേ? ഇപ്പൊ നമ്മുടെ ധൈര്യം നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആനന്ദം വേണം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കണം, ചിരിച്ചുകൊണ്ടിരിക്കണം. ഉള്ളിലാണ് ആനന്ദം, നമ്മുടെ ആത്മാവിലാണ് ആനന്ദം. പരിശുദ്ധ അമ്മ പറഞ്ഞില്ലേ, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, അല്ലേ? എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അതാണ് എപ്പോഴും ഓർക്കേണ്ടത്. നമ്മൾ ദൈവത്തിന് മുമ്പിൽ ആനന്ദത്തോടെ ഇരിക്കണം, സന്തോഷത്തോടെ ഇരിക്കണം. കാരണം നമുക്ക് ദുഃഖങ്ങളുണ്ട്, നമുക്ക് വേദനകളുണ്ട്, നമുക്ക് സങ്കടങ്ങളുണ്ട്, ഇല്ലേ? നമുക്ക് ധാരാളം അസ്വസ്ഥതകളുണ്ട്, സാമ്പത്തിക പരാധീനതകളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഈശോയുടെ മുമ്പിൽ വരുമ്പോ നമ്മൾ പ്രത്യാശയോടെ, ആനന്ദത്തോടെ, ധൈര്യത്തോടെ, ആഴമായ വിശ്വാസത്തോടെ ഇരിക്കണം. കാരണം നമ്മുടെ കർത്താവാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. നമ്മുടെ കർത്താവാണ് നമ്മുടെ ധൈര്യം, നമ്മുടെ കർത്താവാണ് നമ്മുടെ ആനന്ദത്തിന്റെ കാരണം. ഈശോയുടെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ഈ 2 ശിഷ്യന്മാര് അന്ന് 72 പേരെ ഈശോ തെരഞ്ഞെടുത്തിട്ട് 2 പേരെ വീതം ഈശോ സുവിശേഷ വേലക്കായിട്ട് അയച്ചു. പ്രൈസ് ദ ലോർഡ്. ഓർക്കുന്നുണ്ടോ ആ സംഭവം? ഓർക്കുന്നുണ്ടോ? 2 പേരെ വീതം അയച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇവര് ഈ 2 പേര് പോയി വചനം പ്രഘോഷിച്ചു. അവര് ഈ 2 പേര് പോയി വചനം പ്രഘോഷിക്കുക മാത്രമല്ല, അവര് രോഗികളെ സുഖപ്പെടുത്തി, പിശാചുക്കളെ ബഹിഷ്കരിച്ചു. അപ്പൊ അവർക്ക് ഏറെ സന്തോഷമായി. ഈ 72 പേര് തിരിച്ചു വന്ന് ഈശോയോട് പറഞ്ഞു, നിന്റെ നാമത്തിൽ ഞങ്ങൾ എന്ത് ചെയ്തു? രോഗികളെ സുഖപ്പെടുത്തി. നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിച്ചു. ഈശോ എന്താ പറഞ്ഞേ? അതിൽ നിങ്ങൾ അധികം അഭിമാനം കൊള്ളണ്ട. കാരണം എന്താ? ദൈവത്തിന് നന്ദി പറയുവിൻ, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. സ്വർഗത്തിൽ നിങ്ങളുടെ പേര്, സുവിശേഷം പറയുന്നവന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് കരമുയർത്തി പറഞ്ഞേ, സുവിശേഷം പറയുന്നവന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും സുവിശേഷം പറയണം കേട്ടോ, സുവിശേഷം പറയണം. അപ്പൊ ഈശോ പറയാണ്, സുവിശേഷം പറയുന്നവന്റെ പേര്, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവിൻ. ഈശോ ഒരു കാര്യം കൂടി പറഞ്ഞു, സാത്താൻ തകർന്ന് തരിപ്പണമായി താഴെ നിലംപതിക്കുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദ ലോർഡ്. ഈശോ ചെയ്ത കാര്യമാണ് ഇപ്പോ ഈ ശിഷ്യന്മാര് ചെയ്തത്. ഈശോയുടെ നാമത്തിൽ, യേശു നാമത്തിലാണ് ഇതെല്ലാം ചെയ്തത്. പിശാചുക്കൾ നിലംപതിക്കുന്നു, പിശാചുക്കൾ ഇടിത്തീ പോലെ വന്ന് നിലംപതിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഈശോ പറയുന്നു. അപ്പോ എന്തുകൊണ്ടാണ് ഈ രണ്ട് ശിഷ്യന്മാരിങ്ങനെ 72 പേര് ഈ 2 പേരായിട്ട് സുവിശേഷം പ്രഘോഷിക്കാൻ പോയപ്പോ ഈ അത്ഭുതങ്ങൾ സംഭവിച്ചത് എന്തുകൊണ്ടാ? അത് യേശു നാമത്തിൽ ചെയ്തത് കൊണ്ടാണ്. പ്രൈസ് ദ ലോർഡ്. എന്തുകൊണ്ടാണ്? യേശു നാമത്തിൽ ചെയ്തുകൊണ്ടാണ്. യേശു നാമത്തിൽ അല്ലാതെ സംഭവിക്കോ? ഇല്ല. യേശു നാമത്തിൽ അല്ലാതെ ഒന്നും സംഭവിക്കില്ല. ഒരു സൗഖ്യം ഉണ്ടാവൂല, ഒരു പാപമോചനം ഉണ്ടാവൂല, ഇല്ലേ? ഒരു പിശാചും പോകൂല. യേശു നാമത്തിലേ പോവുള്ളൂ. അതുകൊണ്ടാണ് പെന്തക്കോസ്തയ്ക്ക് ശേഷം പത്രോസ്
തളർവാദ രോഗിയെ സുഖപ്പെടുത്തി അല്ലേ? തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയില്ലേ? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 3-ാമത്തെ അധ്യായം ഇല്ലേ? സുന്ദര കവാടത്തിന്റെ മുൻപിൽ ഒരു തളർവാദ രോഗി ഭിക്ഷയാചിച്ച് ഇരിക്കുമ്പോൾ പത്രോസിനെയും മറ്റുള്ള ശിഷ്യന്മാരെയും കണ്ട് ഈ തളർവാദ രോഗി എന്തെങ്കിലും തരണമേ എന്നപേക്ഷിച്ചു ഇല്ലേ? അപ്പോൾ എന്താ അവര് പറഞ്ഞ? എന്റെ കണ്ണുകളിലേക്ക് നോക്കുവിൻ ഇല്ലേ? അപ്പോസ്തലന്മാര് പറഞ്ഞു, ഞങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കുവിൻ, നേരെ നോക്കുവിൻ. നേരെ നോക്കിയപ്പോ പത്രോസ് എന്താ പറഞ്ഞ? വെള്ളിയോ സ്വർണമോ എന്റെ കൈവശമില്ല. പിന്നെ എന്ത് പറഞ്ഞു? കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. അപ്പൊ എന്താ പത്രോസിന്റെ കയ്യിലുള്ളത്? വെള്ളിയില്ല, സ്വർണമില്ല, പിന്നെ എന്താ ഉള്ളത്? യേശുക്രിസ്തുവിന്റെ നാമം മാത്രം, ഈശോയുടെ നാമം മാത്രം, ഈശോയുടെ നാമം മാത്രം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്താണ് നമ്മുടെ സ്വന്തം? അപ്പോ നമുക്ക് എന്താ സ്വന്തമായിട്ടുള്ളത്? ഈശോയുടെ നാമം, ഈശോയുടെ രക്ഷാകരമായ നാമം, യേശു നാമം. അതാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുനാമം, യേശുനാമം രക്ഷാനാമം, യേശുനാമം രക്ഷാനാമം. ഇതാണ് നമുക്ക് സ്വന്തമായിട്ടുള്ളത്. ഇതാണ് പത്രോസ് പറയാ, വെള്ളിയില്ല, സ്വർണമില്ല, പിന്നെ എന്താ ഉള്ളേ? ഈശോയുടെ നാമം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. ആ നിമിഷം അയാള് എഴുന്നേറ്റ് നടന്നു. അപ്പോൾ ഇങ്ങനെ പോയ ഈ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ഒക്കെ വചനം പറഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു, മാനസാന്തരങ്ങൾ സംഭവിച്ചു, സൗഖ്യം സംഭവിച്ചു, പിശാചുക്കൾ വിട്ടുപോയി. ഇതെല്ലാം ആരുടെ നാമത്തിലാ? യേശുവിന്റെ നാമത്തിലാണ് സംഭവിച്ചത്. ഈശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ നമുക്ക് തന്നെ ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ്. എന്ത്? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. എപ്പോ വരെ? എപ്പോ വരെ? ലോകാന്ത്യം വരെ അല്ലെ? യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് ഈശോ നമുക്ക് തന്ന വാഗ്ദാനം. അപ്പോ ഈ ശിഷ്യന്മാര് പ്രസംഗിച്ചപ്പോ, അവര് സൗഖ്യപ്പെടുത്തിയപ്പോഴൊക്കെ ഈശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈശോ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. തന്നെയല്ല, ഈ 2 പേര് 72 പേര് ഇങ്ങനെ പോയപ്പോ ഈ 2 പേരായിട്ട് പോയി. ഈ 2 പേരും ഐക്യത്തിലാണ് പ്രസംഗിച്ചത്. അവർ കൂട്ടായ്മയിലാണ് പ്രസംഗിച്ചത്. അവർ വ്യത്യസ്തമായ കാര്യങ്ങളല്ല പ്രസംഗിച്ചത്. അവരുടെ പ്രസംഗത്തിന് ഒരു ഏകീകരണം ഉണ്ടായിരുന്നു, ഐക്യമുണ്ടായിരുന്നു. അവരുടെ പ്രസംഗത്തിന്റെ വിഷയം ഒന്നു മാത്രമായിരുന്നു. അവിടെ തർക്കമുണ്ടായിരുന്നില്ല, അവിടെ തല്ലുപിടുത്തം ഉണ്ടായിരുന്നില്ല, അവിടെ വിഭാഗീയത ഉണ്ടായിരുന്നില്ല. ഐക്യത്തിലാണ് അവർ പ്രസംഗിച്ചത്. കാരണം എന്താ? യേശു കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈശോ കൂടെയുണ്ടെങ്കിൽ അവിടെ കൂട്ടായ്മ ഉണ്ടാകും. ഈശോ കൂടെയുണ്ടെങ്കിൽ അവിടെ കൂട്ടായ്മ ഉണ്ടാവും. ഈശോ പറഞ്ഞില്ലേ, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞാൻ അവരുടെ മധ്യേ ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് ഇങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ മധ്യ ഈശോ ഉണ്ടോ? ഈശോ ഉണ്ട്. 2-3 പേർ ഒരുമിച്ച് കൂടിയാൽ ഞാൻ അവരുടെ മധ്യ ഉണ്ടാവും എന്ന് പറയാം. ഇപ്പൊ 2 വിശ്വാസികൾ കൂടിയാൽ അത് സഭയാണ്. ഹല്ലേലൂയ. 2 വിശ്വാസികൾ ഒരുമിച്ചിരുന്നാൽ എന്താണ്? സഭയാണ്. 2 വിശ്വാസികൾ ഒരുമിച്ചിരുന്നാൽ അത് സഭയാണ്. കാരണം എന്താ? അത് വിശ്വാസികളുടെ സമൂഹമാണ്. സഭ എന്ന് പറഞ്ഞ എന്താ? വിശ്വാസികളുടെ സമൂഹം. എക്ലേസിയ അല്ലെ? എക്കലേവോ എന്ന് പറയണേ, വിളിച്ചു കൂട്ടപ്പെട്ടവരുടെ സമൂഹമാണ് സഭ. അപ്പൊ 2 വിശ്വാസികൾ, ഇപ്പൊ നമ്മുടെ വീട്ടിലിരുന്നാലും മതി. നമ്മൾ വീട്ടില് ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ നാമത്തിൽ ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്നാൽ അതെന്തായി? സഭയായി അല്ലേ? ഒരു ഭാര്യയും ആ ഭർത്താവും കൂടെ ഒരുമിച്ചിരുന്നാൽ അതെന്തായി? സഭയായി. കാരണം വിശ്വാസികളുടെ സമൂഹമാണ് സഭ. അതുകൊണ്ടാണ് കത്തോലിക്ക തിരുസഭ പഠിപ്പിക്കുന്നത് നമ്മുടെ കുടുംബം ഒരു സഭയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബം എന്താണ്? ഒരു സഭയാണ്. എന്ത് സഭ? ഗാർഹിക സഭ അല്ലേ? നമ്മുടെ കുടുംബം വത്തിക്കാൻ സുനോദോസ് പഠിപ്പിക്കുകയാണ്, നമ്മുടെ ക്രിസ്തീയ കുടുംബം ഒരു ഗാർഹിക സഭയാണ്. കാരണം അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരിക്കുന്നതാണ് സഭ അല്ലേ? അങ്ങനെ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരിക്കുമ്പോൾ അവരുടെ മധ്യ ആരുണ്ട്? ഈശോയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മധ്യ ആരുണ്ട്? ഈശോയുണ്ട്. നമ്മുടെ കുടുംബത്തിൽ ഈശോയുണ്ട്. പ്രൈസ് ദി ലോർഡ്.
നമ്മുടെ കുടുംബത്തിൽ ഈശോയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കാൻ അണയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഒരാളെ പ്രതീക്ഷിക്കാം, ഈശോയുടെ സാന്നിധ്യത്തെ എപ്പോഴും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥനയുള്ള കുടുംബങ്ങളിൽ ഈശോ വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കുടുംബ പ്രാർത്ഥനയുള്ള കുടുംബങ്ങളിൽ ഈശോ വസിക്കുന്നു. കാരണം എന്താ? അതൊരു സഭയാണ്. അത് സഭയാണ്. അപ്പനും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് സഭയാണ്, ഗാർഹിക സഭയാണ്. അവിടെ ഈശോ അവരുടെ മധ്യേ ഉണ്ട്. അപ്പൊ ഈശോ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത്ഭുതങ്ങൾ സംഭവിക്കും. ഈശോയുടെ നാമത്തിൽ കൂട്ടായ്മ ഉണ്ടാകും. ഈശോയുടെ നാമത്തിൽ അനുരഞ്ജനം ഉണ്ടാകും. ഈശോയുടെ നാമത്തിൽ സാക്ഷ്യങ്ങൾക്ക് എപ്പോഴും ഒരു സത്യസന്ധത ഉണ്ടാകും. സാക്ഷ്യങ്ങൾ സത്യമായിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവര് ഈ ശിഷ്യന്മാരിങ്ങനെ പോയി അവര് പ്രസംഗിച്ചപ്പോ അവര് പറഞ്ഞ സാക്ഷ്യം സത്യമായിരുന്നു. കാരണം ഒരു സാക്ഷ്യം സത്യമാകാൻ കുറഞ്ഞത് 2 പേരെങ്കിലും പറയണം. ഇതായിരുന്നു അന്നത്തെ പാലസ്തീനായിലുള്ള ഒരു ചിന്തപ്പാട്, ഒരു ചിന്താഗതി. അതാണ്, ഒരു കാര്യം സത്യമാകണമെങ്കിൽ 2 പേര് സാക്ഷ്യപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. കേട്ടോ? അപ്പൊ ഈശോ 2 പേരെ വിട്ടത് അതുകൊണ്ടാണ്. അവര് പറയുന്ന സാക്ഷ്യം സത്യമാണ് എന്ന് ലോകം അറിയാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മള് ഒറ്റക്കൊറ്റയ്ക്ക് പ്രസംഗിക്കുന്നതിനേക്കാൾ ശക്തമാണ് എന്ത്? കൂട്ടായ്മയിൽ പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. അപ്പൊ ഒറ്റക്കൊറ്റയ്ക്ക് പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് കൂട്ടായ്മയിൽ പ്രസംഗിക്കുന്നതാണ്. ഒറ്റക്കൊറ്റയ്ക്ക് വചനം പങ്കുവെക്കുന്നതിനേക്കാൾ നല്ലത് കൂട്ടായ്മയിൽ വചനം പങ്കുവെക്കുന്നതാണ്. കേട്ടോ? ആ സാക്ഷ്യം കൂടുതൽ ശക്തിയുള്ളതാണ്, പരിശുദ്ധാത്മാവിന്റെ നിറവുള്ളതാണ്. അപ്പോ നമ്മൾ കൂട്ടത്തോടെ 2 പേരായിട്ട് പറയുന്ന സാക്ഷ്യത്തിന് ശക്തി കൂടുതലാണ്. അതാണ്, കൂട്ടായ്മ തന്നെ ഒരു വലിയ പ്രഘോഷണമാണ്. പ്രൈസ് ദി ലോർഡ്. സഭയുടെ കൂട്ടായ്മ തന്നെ ഒരു വലിയ പ്രഘോഷണമാണ്. സഭ ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ, ഒരു ഇടവകയില് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ അത് വലിയൊരു പ്രഘോഷണമാണ്. ആ നാട്ടിലുള്ള മറ്റ് എല്ലാ ജനങ്ങൾക്കും അതൊരു പ്രഘോഷണമാണ്. ഈശോ നമ്മുടെ കൂടെ വസിക്കുന്നു എന്നതിൻ്റെ വലിയ ഒരു പ്രഘോഷണം. അപ്പോൾ കൂട്ടായ്മയുള്ള കുടുംബങ്ങൾ വേണം. നമ്മുടെ കുടുംബങ്ങളിൽ കൂട്ടായ്മ വേണം. കൂട്ടായ്മ നിലനിർത്താൻ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. കാരണം എന്താ? ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഈശോ ഉണ്ട്. ഈശോ നമ്മുടെ മധ്യത്തിലുണ്ട്. ഈശോ നമ്മളെ ഐക്യപ്പെടുത്തുന്ന ശക്തിയായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അത് സഭയാണ്, അത് സഭയാണ്. ഈശോ വസിക്കുന്നത് സഭയിലാണ്. നമ്മുടെ കുടുംബങ്ങൾ സഭയാവണം. നമ്മുടെ കുടുംബങ്ങൾ സഭയാവണം. എങ്ങനെയാ സഭയാവണേ? നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ, ഈശോയുടെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അത് സഭയാകും. അപ്പൊ നമ്മുടെ കുടുംബങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒരു സഭാനുഭവം ഉണ്ടാവണം. സഭയുടെ അനുഭവം, സഭയിൽ എന്നതുപോലെ ഒരു അനുഭവം. എന്താ അതിന്റെ കാരണം? നമുക്ക് കുടുംബ പ്രാർത്ഥന മുടക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരൊക്കെ നമ്മുടെ കൂടെ ഇരുന്നാലില്ലെങ്കിലും നമ്മുടെ കുടുംബ പ്രാർത്ഥന മുടക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ നമ്മുടെ കുടുംബങ്ങളിൽ ശക്തമായി ഇടപെടുന്നത് കുടുംബ പ്രാർത്ഥനയിലാണ് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അത് ക്രിസ്തീയ കുടുംബമായതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്യുന്നതല്ല, മറിച്ച് നമ്മളെ ദൈവം അത് ആഗ്രഹിക്കുന്നു. സഭ നമ്മളെ പഠിപ്പിക്കുന്നു, ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ വൈകുന്നേരം ഒരുമിച്ച് കൂടി ദൈവത്തിന് നന്ദി പറയണം, ഈശോയോട് പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ശക്തമായ ദൈവാനുഭവം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്നതിന് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ചില കുടുംബങ്ങളിൽ കയറുമ്പോൾ തന്നെ, ഞാൻ ചില വീടുകളൊക്കെ ഇങ്ങനെ വെഞ്ചരിക്കാൻ വേണ്ടി പോകും, അവരിങ്ങനെ വിളിച്ചുകൊണ്ട് പോകും. കുറെ സ്ഥലത്തൊക്കെ ഇങ്ങനെ അവരിങ്ങനെ വിളിക്കും. എന്താ പ്രശ്നം? അവിടെ കൃപ വരുന്നില്ല, അനുഗ്രഹം വരുന്നില്ല, പ്രാർത്ഥിച്ചിട്ട് ഒന്നും നേടുന്നില്ല, കടബാധ്യത മാറുന്നില്ല, അങ്ങനെ 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 ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ. എന്ത് ചെയ്തിട്ടും വിജയിക്കുന്നില്ല, രോഗം വിട്ടുമാറുന്നില്ല, സ്ഥലം വിറ്റുപോകുന്നില്ല, ഇങ്ങനെ പലതരം അസ്വസ്ഥതകളാണ്. മകളുടെ വിവാഹം നടക്കുന്നില്ല, മകന് ജോലി കിട്ടുന്നില്ല, ഇങ്ങനെ പലതരം അസ്വസ്ഥതകളുമായിട്ട് ആളുകൾ വരും. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ, ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? അവിടെ കുടുംബ പ്രാർത്ഥനയില്ല. ചെന്ന് കയറുമ്പോൾ തന്നെ മനസ്സിലാകും കുടുംബ പ്രാർത്ഥനയില്ല. കാരണം കർത്താവ് വാഴുന്ന കുടുംബങ്ങളിൽ ആ ഒരു വെളിച്ചം നിലനിൽക്കും. ഹല്ലേലൂയ. ഈശോ വാഴുന്ന കുടുംബങ്ങളിൽ ആ ഒരു വെളിച്ചം നിലനിൽക്കും. അത് തിരികത്തിച്ച് വെച്ചതുകൊണ്ട് കാര്യമില്ല, ലൈറ്റ് ഇട്ടത് കൊണ്ട് കാര്യമില്ല, ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല, മറിച്ച് ആത്മാവിന്റെ അഭിഷേകം അവിടെ ഉണ്ടാവണം. ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാവണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള കുടുംബങ്ങളിൽ വെളിച്ചമുണ്ടാവും, വെളിച്ചമുണ്ടാവും. അത് ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ കർത്താവ് വസിക്കുന്നുവെന്ന് നമുക്ക്
ബോധ്യം വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും നമ്മുടെ കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന മുടക്കരുത്. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല എന്തൊന്നും പ്രശ്നമല്ല. ചില കാര്യങ്ങൾ കർത്താവ് അനുവദിക്കുന്നത് വളരെ വൈകിയായിരിക്കും. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. അപ്പൊ അത് ഓർക്കുക, ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മൾ സുരക്ഷിതരാണ് എന്ന് മാത്രം നമ്മൾ ഓർക്കുക. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന ഒരു കാരണവശാലും മുടങ്ങാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു കൂട്ടായ്മ എപ്പോഴും നിലനിർത്തണം, പ്രാർത്ഥനയുടെ കൂട്ടായ്മ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോ ചില വീട്ടിൽ, ഇപ്പൊ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോ അയാള് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളാണ്. ആ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അയാള് വല്ല കാലത്തുമാണ് വീട്ടിലൊക്കെ വരണേ. അപ്പൊ ഒറ്റയ്ക്ക് താമസിക്കും. അങ്ങനെ താമസിക്കുമ്പോൾ ഞാൻ അവിടെ, അയാളുടെ ഭാര്യയും മക്കളൊന്നും കൂടെയില്ല. ഞാൻ ആ വീട്ടിൽ ചെന്നു, അങ്ങനെ ആശീർവദിക്കണമെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരു പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര അസ്വസ്ഥതയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ചേട്ടാ ഈ വീട്ടിൽ പ്രാർത്ഥനയില്ല, ഒരിക്കലും പ്രാർത്ഥന നടക്കുന്നില്ല. അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ്. ആ വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നില്ല. അപ്പൊ അയാൾ ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു, ചേട്ടൻ വലിയ പ്രാർത്ഥന ഒന്നും ചൊല്ലണ്ട, എല്ലാ ദിവസവും വൈകുന്നേരം ചേട്ടൻ ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞവരെയും ഒരു തൃത്വസ്തുതിയും മാത്രം തൽക്കാലം ചൊല്ലി തുടങ്ങുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പുള്ളി അങ്ങനെ ചൊല്ലി തുടങ്ങി. പുള്ളിക്ക് അങ്ങനെ ചൊല്ലാനൊന്നും അറിഞ്ഞുകൂടെ. പ്രാർത്ഥനയൊക്കെ അറിയാം, ചൊല്ലാനായിട്ട് പുള്ളിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആ പറഞ്ഞതുകൊണ്ട് ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ ഒരു തൃത്വസ്തുതിയും അദ്ദേഹം ചൊല്ലി. ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ എല്ലാ ദിവസവും അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, എല്ലാ ദിവസവും വെളുപ്പിന് എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റ് അദ്ദേഹം 30 ജപമാല അർപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദിവസവും വെളുപ്പിന് എഴുന്നേറ്റ് 30 ജപമാല അദ്ദേഹം അർപ്പിക്കും, 4 മണിക്ക് എഴുന്നേറ്റ്. അങ്ങനെ വളരെ സന്തോഷവാനായിട്ട് അദ്ദേഹം പോവാണ്. നമ്മൾ ഓർക്കണം, ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം, ഈശോയോടുള്ള നമ്മുടെ ബന്ധം നമുക്ക് തരുന്ന ഒരു ആനന്ദമുണ്ട്. അത് വേറെ ഒരു സ്ഥലത്തു നിന്നും കിട്ടുകയില്ല. ഇതുപോലെ ഇഷ്ടംപോലെ കുടുംബങ്ങളിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വേറൊരു കുടുംബത്തിലാണെങ്കിൽ അവിടെ കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത കുടുംബം തന്നെയായിരുന്നു. അവിടെയാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രശ്നം എന്ന് പറയും, അവിടെ അപ്പനും അമ്മയും മക്കളും തമ്മിൽ ഭയങ്കര അടിയാ, എപ്പോഴും തർക്കമാണ്. അപ്പൻ KSCBയിൽ ജോലി ഉണ്ടായിരുന്ന ആളാണ്. വോളണ്ടറി റിട്ടയർമെന്റ് ഒക്കെ എഴുതി കൊടുത്ത് പൈസയൊക്കെ വാങ്ങി കുടി തുടങ്ങി, ഭയങ്കര കുടി. അവസാനം ഷുഗർ കയറി കാല് മുറിച്ച് കളഞ്ഞു. വീട്ടിലെപ്പോഴും അസ്വസ്ഥത, എല്ലാം കൊണ്ടും പ്രശ്നങ്ങൾ. അവിടെ ചെന്ന് നോക്കിയപ്പോഴെന്താ, ഈ പുതിയ തിരുഹൃദയ രൂപം പുതിയ രൂപം പോലെ ഇരിപ്പുണ്ട്. പക്ഷെ അത് പുതിയതല്ല, പഴയ രൂപം തന്നെയാണ്, പുതിയതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ഒരു മങ്ങലുമില്ല, ഒന്നുമില്ല. പക്ഷേ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ആ തിരുഹൃദയ രൂപം ഇരുണ്ടു പോകുന്ന ഒരു ഫീല്. അത് അങ്ങനെ തന്നെ ഇരിക്കണേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണുന്നു, ആ തിരുഹൃദയ രൂപം ഇരുണ്ടു പോയിരിക്കുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഈ നിങ്ങളുടെ പ്രാർത്ഥന, ഇവിടെ ഈ പ്രാർത്ഥന ഭംഗിയായിട്ടല്ല നടക്കണേ, എപ്പോഴും ഇല്ല. തന്നെയല്ല, ഇവിടെ ഈ തിരുഹൃദയ രൂപം നിങ്ങളൊന്ന് എടുത്തഴിക്കണം എന്ന് പറയാം. അഴിപ്പിച്ചപ്പോ എന്താണെന്നറിയോ, ആ തിരുഹൃദയ രൂപത്തിന്റെ പിറകില് തകിടും മറ്റു സാധനങ്ങളൊക്കെ വെച്ചിരിക്കുക. തിരുഹൃദയ രൂപത്തിന്റെ പിറകില് തകിടൊക്കെ വെച്ചിരിക്കുക. അങ്ങനെ ഓർക്കണം പ്രിയപ്പെട്ടവരെ, ചിലപ്പോ നമ്മൾ എന്തെങ്കിലും ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി അങ്ങനെ ചില ദുഷ്ക്രിയകൾ ചെയ്യും, ദുരാചാരങ്ങൾ ചെയ്യും. ചിലപ്പോ നമ്മൾക്ക് ആരെങ്കിലും തരും, ചിലപ്പോ നമുക്ക് ആരെങ്കിലും സമ്മാനമായിട്ട് തരും. അങ്ങനെയുള്ള ദുരാചാരങ്ങൾ നിറഞ്ഞ എന്തെങ്കിലും ക്രിസ്തീയ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ നമുക്കാവില്ല. ദൈവത്തിന്റെ കൃപ നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരില്ല. അതാണ് അതിന്റെ പ്രശ്നം. ഇനി മറ്റൊരു കുടുംബത്തിൽ ചെന്നപ്പോ അവിടുത്തെ പ്രശ്നം എന്ന് പറയോ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഇതുപോലെ തന്നെ മകനും മകളും കൂടെ വിവാഹം കഴിഞ്ഞു. മകളുടെ വീട്ടിലേക്ക് പോയി. മകൻ ഇവിടെ ഉണ്ട്. ഇപ്പൊ വർഷങ്ങൾ ഏറെയായി ഇവിടെ സമാധാനമില്ല, ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അവിടെ ചെന്ന് കയറിയപ്പോ തന്നെ ഞാൻ കാണുന്നതെന്നറിയോ, അവിടെ മറ്റൊരു മതത്തിന്റെ ഒരു വിഗ്രഹം ഫ്രണ്ടിൽ തന്നെ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണുകയാണ്. അവിടെ ഇല്ലാതെ, പക്ഷെ പ്രാർത്ഥിച്ചപ്പോ കാണുന്നത് അങ്ങനെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഭവനത്തിൽ ഇവിടെ ഈ സ്ഥലത്ത് ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു വെച്ചിരുന്നോ എന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അങ്ങനെ വർഷത്തിലൊരിക്കൽ വെക്കുന്ന പതിവുണ്ട്. ആലോചിച്ച് നോക്കിയേ, എല്ലാ ദിവസവും പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷെ വർഷത്തിലൊരിക്കൽ ഇങ്ങനെ വെക്കുന്നൊരു പതിവുണ്ട്
എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്താ? ആരും അങ്ങനെ ഉപദേശിച്ചു. പക്ഷെ അതിപ്പോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് പറഞ്ഞു. പക്ഷെ കർത്താവ് അത് കാണിച്ചു തരുന്നു. എന്താണ്? കൃപയൊഴുകുന്നതിന് അത് തടസ്സമാണെന്ന് അർത്ഥം. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കൽപ്പന ഒരു കാരണവശാലും നമ്മുടെ ജീവിതത്തിൽ ലംഘിക്കാൻ ഇടവരരുത്. നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഒന്നാമത്തെ കൽപ്പന, കർത്താവായ ദൈവം മാത്രമാണ് നമ്മുടെ ദൈവം. കർത്താവായ ദൈവമല്ലാതെ മറ്റൊരു ദൈവം നമുക്കില്ല. ആ വിശ്വാസത്തിന് ഏതെങ്കിലും രീതിയിൽ ഇളക്കം തട്ടുന്ന, കോട്ടം തട്ടുന്ന ഒന്നും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവരുത്. ഹല്ലേലൂയ! കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ! യേശുവേ നന്ദി. നമ്മുടെ കുടുംബത്തിൽ ഒരിക്കലും നമ്മുടെ ദൈവ സ്നേഹത്തിന്, ദൈവവിശ്വാസത്തിന് വിരുദ്ധമായതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്ത് ലാഭം ആര് പറഞ്ഞാലും, പ്രൈസ് ദി ലോർഡ്, എന്ത് ലാഭം ആര് പറഞ്ഞാലും ഉണ്ടാവരുത്. കാരണം എന്താ? അത് നമ്മളെ നാശത്തിലേക്ക് കൊണ്ടുപോകും. ഞാൻ വേറൊരു സംഭവം പെട്ടെന്ന് ഓർക്കുകയാണ്. അതൊരു സിനിമാ നടനാണ്, ഞാൻ പേരൊന്നും പറയൂല. ആ സിനിമാ നടൻ ഇതുപോലെ മരിക്കാൻ കിടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു നടനാണ്. അദ്ദേഹം ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്. പക്ഷേ ഉള്ള പ്രശ്നം എന്താ? മരിക്കുന്നില്ല. കുറെ നാളുകളായി ഇങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ വയറിങ്ങനെ വന്ന് വീർത്ത് ചെണ്ട പോലെ ഇങ്ങനെ ഭയങ്കര വലിയ വയറിങ്ങനെ ഇരിക്കുക. വീട്ടുകാർ ഭയപ്പെട്ടിരിക്കുക, ഏത് നിമിഷവും മരിക്കാവുന്ന അവസ്ഥയാ. പക്ഷെ മരിക്കുന്നില്ല, ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഇയാൾക്ക് ബോധമുണ്ട്, ചെറുതായിട്ട് സംസാരിക്കാൻ പറ്റും. കുമ്പസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിപ്പിച്ചു. മരിക്കുന്നില്ല എന്ന് പറഞ്ഞു, കുമ്പസാരിക്കണം എന്ന് പറഞ്ഞല്ല, മരിക്കുന്നില്ല എന്ന് പറഞ്ഞ എന്നെ വിളിപ്പിച്ചു. ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോഴേക്കും കാണുന്ന എന്തറിയോ? എൻ്റെ പുറകില് ശക്തമായ ഒരു പ്രഷർ, തൊട്ടുപുറകില് ശക്തമായ ഒരു പ്രഷർ ഇങ്ങനെ വരികയാണ്. ആ പ്രശ്നം ഇങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ അത് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു എനർജി നമ്മളിങ്ങനെ ശല്യപ്പെടുത്തുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പ്രാർത്ഥിക്കുമ്പോൾ. അപ്പൊ ഞാൻ വീട്ടുകാരോട് ചോദിച്ചു, ഈ ചുമരിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ചുമരാണ്, തൊട്ടുപുറയിൽ ചുമരാണ്, വീടിന്റെ ചുമരാണ്, എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അവര് പറഞ്ഞു ഇല്ല. അപ്പൊ ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു തുടങ്ങി. ഭയങ്കര ശക്തമായ ആ ഒരു എനർജി അവിടെ നിന്ന് ശല്യം നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്തോ ഉണ്ട്. ഞാനപ്പോ ഈ ആളോട് ചോദിച്ചു, ഈ മരിക്കാൻ കിടക്കുന്ന ഈ സിനിമാക്കാരനോട് ചോദിച്ചു, ഈ എവിടെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ അയാൾ ഉണ്ട് എന്ന് പറഞ്ഞു. മകനെ വിളിക്കാൻ പറഞ്ഞു. മകനെ വിളിച്ചു. മകനോട് പറഞ്ഞു അവിടെ ഉണ്ട്, ഇന്ന സാധനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ചുമര് കുത്തിപ്പൊളിച്ചിട്ട് അതിൽ നിന്ന് അയാള് സൂക്ഷിച്ചു വെച്ചിരുന്ന ഏതോ ഒരു വേറൊരു മതത്തിൽ പോയി ജപിച്ചു കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സംഗതി, ഇയാൾ സിനിമയിൽ ഉയരാൻ വേണ്ടി, അയാൾക്ക് കൂടുതൽ സിനിമകൾ കിട്ടാൻ വേണ്ടിയൊക്കെ സൂക്ഷിച്ചു വെച്ച ഒരു സംഗതി അതിനകത്തുണ്ടായിരുന്നു. അതെടുത്ത് പൊളിച്ച് അതുകൊണ്ടുപോയി പുഴയിൽ ഒഴുക്കി. അതിനുശേഷം പ്രിയപ്പെട്ടവരെ, അയാൾ ആശ്വാസത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ ആ മനുഷ്യൻ മരിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായി ഇങ്ങനെ ഇഷ്ടംപോലെ സംഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്, ധാരാളം സംഭവങ്ങൾ പറയാനുണ്ട്. ഇതെല്ലാം പ്രിയപ്പെട്ടവരെ ഓർക്കേണ്ടത്, നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായതൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മുടെ വിശ്വാസത്തിന് വിരുദ്ധമായതൊന്നും നമ്മൾ ചെയ്യരുത്. നമ്മുടെ കർത്താവായ ദൈവത്തിൽ നമ്മൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുകയും ആശ്രയിക്കുകയും വേണം. കർത്താവ് നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ്, സജീവ സാന്നിധ്യമാണ് ഈശോയുടേത്. ഹല്ലേലൂയ! ഈശോയുടേത് സജീവ സാന്നിധ്യമാണ്. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഈ 2 ശിഷ്യന്മാര് വീതം അവർ പോയി, അവരുടെ മധ്യ കർത്താവ് ഉണ്ടായിരുന്നു. അത്ഭുതങ്ങൾ സംഭവിച്ചു, അടയാളങ്ങൾ സംഭവിച്ചു. വേറൊരു ദിവസം വേറൊരു വീട്ടില് അയാൾക്ക് 2 വീടുണ്ട്. 2 വീടിൽ ഒരു വീട് വലിയ വീടാണ്. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ കടം കയറിയിരിക്കുക, ഭയങ്കരമായിട്ട് കടബാധ്യതകൾ വന്നു. ഈ കടബാധ്യതകൾ വന്നപ്പോ ഇയാൾക്ക് ഈ ഒരു വീട് വിറ്റുപോകാതെ നിവൃത്തിയില്ല. അപ്പോ വിൽക്കാൻ വേണ്ടി നോക്കി. അപ്പൊ എന്താണ്, ഹൈവേയിൽ തന്നെയാണ് വീട്, വലിയ വീടാണ്, പുതിയ വീടാണ്. പക്ഷേ ടോക്കൺ കൊടുക്കാൻ ആൾക്കാർ വരും, ആരും വീട് വാങ്ങുന്നില്ല. അപ്പൊ ഇയാളാണെങ്കിൽ ഇഷ്ടംപോലെ പലിശക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പലിശ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഈ വീട് വിൽക്കാതെ അയാൾക്ക് നിവൃത്തിയില്ല. അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുക. അപ്പൊ എങ്ങനെ ചെയ്തിട്ടും ഈ വീട് വിറ്റ് പോകുന്നില്ല. അവസാനം ഇങ്ങനെ ഇയാള് പ്രാർത്ഥിക്കാനായിട്ട് വിളിപ്പിക്കുന്നു. അവിടെ ചെന്നപ്പോ ഇത് പറഞ്ഞതുപോലെ പ്രാർത്ഥന, അവരുടെ വീട്ടിൽ പ്രാർത്ഥനയില്ല, ഭയങ്കര അസ്വസ്ഥത. എപ്പോഴും നമ്മളിങ്ങനെ തെറ്റായ മാർഗത്തിലൂടെയാണ് ചിലപ്പോഴൊക്കെ നമ്മൾ നടന്നിട്ടുള്ളതെങ്കിൽ അതൊക്കെ തടസ്സമാണ്. ദൈവഹിതത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ സ്നേഹത്തിന് വിരുദ്ധമായ
ദൈവവിശ്വാസത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊക്കെ ചിലപ്പോൾ തടസ്സങ്ങളായിട്ട് മാറും. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഇങ്ങനെ ചെന്ന് കഴിഞ്ഞു, ഇവിടെ ഈ അവസ്ഥയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു വചനം മനസ്സിൽ വന്നു. ഞാൻ ആ വചനം ഇയാളോട് പറഞ്ഞു. 7 ദിവസം കർത്താവിൽ പരിപൂർണമായിട്ട് ആശ്രയിച്ച് ഈ വചനം എല്ലാ മുറികളിലും ഉറക്കെ വായിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ വചനം എല്ലാ മുറികളിലും ഉറക്കെ വായിക്കുക. എന്താ വചനത്തിന്റെ പ്രത്യേകത? ദൈവവചനത്തിന്റെ പ്രത്യേകത അത് ശക്തിയുള്ള വചനമാണ്. ദൈവം തന്നെയാണ് ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനം സൃഷ്ടിക്കുന്ന വചനമാണ്. അത് ക്രിയാത്മകമാണ്. ആ വചനം ഉണ്ടാവട്ടെ എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടാകുന്ന വചനമാണ്. കർത്താവിന്റെ വചനം അത് പ്രവൃത്തി തന്നെയാണ്. കർത്താവിന്റെ പ്രവൃത്തി തന്നെയാണ്. അതാണ് നമ്മുടെ യോഹന്നാൻ ശ്ലീഹ, അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ സുവിശേഷം തുടങ്ങുന്നത് വചനത്തിന്റെ ശക്തി പറഞ്ഞുകൊണ്ടാണ്. വചനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം പറയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, ആ വെളിച്ചം ഇരുളിലും പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. കണ്ടോ? ദൈവത്തിന്റെ വചനം ദൈവം തന്നെയാണ്, ആദിയിലെ ഉള്ളതാണ്. ആ വചനം നമ്മുടെ വെളിച്ചമാണ്. ആ വെളിച്ചം ഇരുളിലും പ്രകാശിക്കുന്ന വെളിച്ചമാണ്. പ്രൈസ് ദി ലോർഡ്. എവിടെയെല്ലാം ഇരുട്ടുണ്ടോ, എവിടെയെല്ലാം അന്ധകാര ശക്തികളുടെ ആധിപത്യമുണ്ടോ, അവിടെയൊക്കെ വെളിച്ചമായി നിൽക്കും ദൈവത്തിന്റെ വചനം. ഒരു വെളിച്ചത്തിനും കീഴടക്കാൻ പറ്റാത്തതാണ് കർത്താവിന്റെ വചനമെന്ന് നമ്മൾ ഓർക്കണം. അതുകൊണ്ട് പറയാണ്, ആ വചനത്തെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ഇരുളിനും ഒരു അന്ധകാര ശക്തിക്കും കർത്താവിന്റെ വചനത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവില്ല. അതുകൊണ്ട് ഈ മനുഷ്യൻ എല്ലാ മുറികളിലും ഇങ്ങനെ ഈ വചനം വായിച്ചു, ഉറക്കെ വായിച്ചു. കർത്താവിന്റെ വചനം എപ്പോഴും ശക്തിയുള്ള, സൃഷ്ടിക്കുന്ന, അന്ധകാര ശക്തികളെല്ലാം വിടുതൽ നൽകുന്ന കർത്താവിന്റെ വചനമാണ്. അത് 7 ദിവസം അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, അത്ഭുതമെന്ന് പറയട്ടെ, ആ വീട് 8-ാം ദിവസം ടോക്കൺ ലഭിച്ചു വിറ്റുപോയി. നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നത്, കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മാത്രമല്ല, അതിനു വേണ്ടിയിട്ടേ അല്ല. സത്യത്തിൽ കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവ് നമ്മുടെ കൂടെ ആയിരിക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ ദൈവത്തോട് കൂടെ ആയിരിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ മാത്രമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. കർത്താവ് ഞാൻ ഒന്നാണ്. ആ ഒരു വിശ്വാസത്തിൽ, ആഴമായ ബന്ധത്തിൽ, ഈശോയിൽ നമ്മൾ വളരണം, പരിശുദ്ധാത്മാവിൽ നമ്മൾ വളരണം. അതാണ് നമ്മുടെ പ്രാർത്ഥന. ഈശോയും ഞാനും ഒന്നായിട്ട് നിൽക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ബാക്കിയെല്ലാം സംഭവിച്ചോളും, ബാക്കിയെല്ലാം കർത്താവ് തന്നോളും. നമുക്ക് സൗഖ്യം വേണം, നമുക്ക് വിടുതൽ വേണം, നമുക്ക് ആനന്ദം വേണം, നമുക്ക് സമാധാനം വേണം, നമുക്ക് അനുരഞ്ജനം വേണം, കൂട്ടായ്മ വേണം. ഇതെല്ലാം നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇതിനൊന്നും വേണ്ടിയിട്ടല്ല നമ്മൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത്. യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എന്താ? ഈശോയെ എനിക്ക് അങ്ങയെ വേണം. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈശോയെ എനിക്ക് അങ്ങയെ വേണം, ഞാൻ അങ്ങയോടുകൂടി ആയിരിക്കാൻ, അങ്ങിൽ വളരാൻ എന്നെ സഹായിക്കണമേ. അതാണ് പ്രാർത്ഥിക്കേണ്ടത്. ആത്മാവ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിൽ നിറയ്ക്കണമേ. അതാണ്. അപ്പോ ഈ അപ്പോസ്തലന്മാര് ഈശോയുടെ കൂടെയൊക്കെ നടന്നിട്ടും അവർക്ക് ഈ ഒരു ആഴമായ ബന്ധത്തിലേക്ക് വരാൻ പറ്റിയില്ല. അവരാ ബന്ധത്തിലേക്ക് വന്നു. എപ്പോഴാ വന്നേ? അവരാ ബന്ധത്തിലേക്ക് വന്നത് പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് അവരിലേക്ക് ഇറങ്ങി വന്നപ്പോഴാണ്. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വേണം. എൻ്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് വേണം, എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വേണം, എൻ്റെ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് വേണം. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ബാക്കിയൊന്നും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. അതുമാണ് അപ്പോസ്തലന്മാർ പെന്തക്കോസ്ത ദിവസം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോ അവരുടെ ഭയം എല്ലാം പോയി. അതുവരെ അവരെന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? അതുവരെ പത്രോസ് ആ സ്ത്രീയോട് 3 വട്ടം ഈശോയെ തള്ളിപ്പറഞ്ഞു. 3 വട്ടം തള്ളിപ്പറഞ്ഞ പത്രോസ് അത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പാണ്. പക്ഷേ പെന്തക്കോസ്തായിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം പത്രോസ് സാൻഹെദ്രിൻ സംഘത്തിന് മുമ്പിൽ
യഹൂദ പ്രമാണിമാരുടെ മുമ്പിൽ, ഫരിസേയരുടെയും സദുച്ചയരുടെയും പുരോഹിത പ്രമുഖരുടെയും ഒക്കെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ നെഞ്ചു വിരിച്ചു പിടിച്ച് ആ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നവനെ ദൈവമായ കർത്താവ് ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അതുവരെ എനിക്കവനെ അറിയില്ല എന്ന് പറഞ്ഞ പത്രോസ് പെന്തക്കോസ്തായ്ക്ക് ശേഷം പരിശുദ്ധാത്മാ ശക്തി ലഭിച്ചു കഴിഞ്ഞപ്പോ പത്രോസ് പറയാണ്, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നവനെ ദൈവമായ കർത്താവ് ഉയർപ്പിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവന്റെ നാമത്തിൽ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക തന്നെ ചെയ്യും. ആരെയാണ് ഞങ്ങൾ അനുസരിക്കേണ്ടത്? നിങ്ങളെയാണോ ദൈവത്തെയാണോ നിങ്ങളെയാണോ അനുസരിക്കേണ്ടത്? അതുകൊണ്ട് ദൈവത്തെ ഞങ്ങൾ അനുസരിക്കുന്നു, ദൈവരാജ്യം ഞങ്ങൾ പ്രഘോഷിക്കുന്നു, സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുന്നു. അത് ഞങ്ങളുടെ ജീവൻ വില കൊടുത്തായാലും ഞങ്ങൾ അത് ചെയ്യും. എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി? പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടി. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവവിശ്വാസത്തിൽ നിലകൊള്ളാൻ, സമാധാനത്തോടെ ജീവിക്കാൻ, ആനന്ദത്തിലായിരിക്കാൻ, ധീരതയോടെ പ്രഘോഷിക്കാൻ നമുക്ക് ആത്മശക്തി കൂടിയേ തീരൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിച്ചേ പറ്റൂ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കണം. നേരത്തെ നമ്മൾ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കാര്യം പറഞ്ഞല്ലോ. അവർക്ക് എന്താ പറ്റിയേ? അവർ യേശുവിനെ തള്ളിക്കളഞ്ഞിട്ട് പോയി. യേശുവിനെ തള്ളിക്കളഞ്ഞിട്ടാണ് അവർ പോയത്. അവർ ജെറൂസലേം വിട്ട് ഉപേക്ഷിച്ചു പോയി. എന്താ സംഭവിച്ചേ? അവരിടയിലെ കൂട്ടായ്മ പോയി. ഈശോയുടെ സാന്നിധ്യം പോയപ്പോ അവരിടയിൽ കൂട്ടായ്മയില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അവർ തർക്കിച്ചുകൊണ്ടാ പോണേ. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ജെറൂസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് എങ്ങനെ പോയേ? തർക്കിച്ചുകൊണ്ടാ പോയേ. അവിടെ കൂട്ടായ്മയില്ല, ഐക്യമില്ല, അവരുടെ സംസാരത്തിന് ഐക്യമില്ല. യേശുവില്ലാത്ത കുടുംബം, യേശുവില്ലാത്ത വ്യക്തി ജീവിതം, യേശുവില്ലാത്ത സമൂഹം എപ്പോഴും തർക്കത്തിലാണ്. അവരെപ്പോഴും തർക്കത്തിലാണ്. കാരണം എന്താ? അവിടെ യേശു വസിക്കാൻ അവർ അനുവദിക്കുന്നില്ല. യേശുവില്ലാത്ത കുടുംബം, യേശുവില്ലാത്ത വ്യക്തി ജീവിതം ഒക്കെ ഇരുട്ടിലാണ്. നമ്മൾ എപ്പോഴും ഓർക്കണം, ഈശോ കുരിശിൽ മരിച്ചു, ഇല്ലേ? കുരിശിൽ മരിച്ചപ്പോ ഏതാണ്ട് ഒരു നട്ടുച്ച സമയത്താണ് ഈശോ മരിച്ചത്. കുരിശിൽ മരിച്ചപ്പോ എന്താ പറയാ? വചനം പറയാണ്, സൂര്യൻ ഇരുണ്ടു, ഇല്ലേ? നട്ടുച്ചയ്ക്ക് ഈശോ കുരിശിൽ മരിച്ചപ്പോ സൂര്യൻ ഇരുണ്ടു, ഭൂമിയിലെങ്ങും അന്ധകാരം നിറഞ്ഞു. ഹല്ലേലൂയ. ഭൂമിയിലെങ്ങും അന്ധകാരം നിറഞ്ഞു. കാരണം എന്താ? ഈശോ മരിച്ചു. കാരണം എന്താണ്? ഈശോ മരിച്ചു, അപ്പൊ അന്ധകാരം വന്നു. കാരണം എന്താ? കാരണം യേശുവാണ് ലോകത്തിന്റെ പ്രകാശം. യോഹന്നാൻ 8:12 അല്ലേ? യോഹന്നാൻ 8:12 യേശുവാണ്, ഞാനാവുന്ന ലോകത്തിന്റെ പ്രകാശം. ലോകത്തിന്റെ പ്രകാശം കുരിശിൽ അസ്തമിച്ചു. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന്റെ പ്രകാശം കുരിശിൽ അസ്തമിച്ചു. അപ്പൊ യേശു അസ്തമിച്ചാൽ, യേശു ഇല്ലാതായാൽ അവിടെ ഇരുട്ടാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം അവനാണ് വെളിച്ചം, അവനാണ് പ്രകാശം. ഈശോ ഇല്ലാതാവുന്ന അവസ്ഥ അത് ഇരുട്ടാണ്. അത് ലോകമായാലും ഭൂമിയായാലും മനുഷ്യജീവിതമായാലും കുടുംബമായാലും സമൂഹമായാലും വെളിച്ചമായ കർത്താവ് അസ്തമിച്ചാൽ അവിടെ ഇരുട്ടാണ്. യേശുവില്ലാത്ത സ്ഥലത്ത് ഇരുട്ടാണ്. ആ ഇരുട്ടിന്റെ പ്രത്യേകത, അവിടെ പരസ്പരം കാണാനാവില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ഭയമുണ്ട്, അവിടെ കൂട്ടായ്മയില്ല, അവിടെ സമാധാനമില്ല. കാരണം ഇരുട്ടാണ്. ഇരുട്ടില് എന്റെ കൂടെ നിൽക്കുന്നവൻ മിത്രമാണോ ശത്രുവാണോ എന്ന് തിരിച്ചറിയാനാവില്ല. പ്രൈസ് ദി ലോർഡ്. ഈശോ ഇല്ലാത്ത അവസ്ഥയില് മുമ്പിൽ നിൽക്കുന്നത് ശത്രുവാണോ മിത്രമാണോ എന്ന് തിരിച്ചറിയാനാവില്ല. അപ്പൊ ശത്രുവിനോട് കൂട്ടുകൂടും, മിത്രത്തെ മാറ്റി നിർത്തും. അതാണ് അപകടം. നമ്മുടെ മിത്രങ്ങളെ നമ്മൾ മാറ്റി നിർത്തും, നമ്മുടെ ശത്രുക്കളോട് നമ്മൾ കൂട്ടുകൂടും. കാരണം നമുക്ക് വെളിച്ചമില്ല. ഹല്ലേലൂയ. നമുക്ക് വെളിച്ചമില്ല. ഈശോ കൂടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മ നിറവുണ്ടെങ്കിൽ ആ കാര്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഇവിടെ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാര് അവർ തർക്കിച്ചു കൊണ്ടിരുന്നു. കാരണം അവരുടെ ഇടയിൽ യേശു ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് യേശു അവരുടെ ഒപ്പം നടക്കാൻ വന്നു. യേശു വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ ഈശോ ചോദിക്കണം അല്ലേ? അവർ തർക്കിച്ചുകൊണ്ടിരിക്കുക, അവരുടെ വാക്കുകളിൽ പൊരുത്തമില്ല. അപ്പോഴാണ് അവർ പറയണേ, നസ്രായനായ യേശുവിന്റെ കഥ യേശുവിനോട് തന്നെ പറയാണ്. ആ നസ്രായനായ യേശുവിന്റെ കഥ യേശുവിനോട് തന്നെ പറയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ അവരെ എന്തെന്നാ വിളിക്കണേ? ഭോഷന്മാരെ എന്ന് വിളിക്കണേ. കാരണം എന്താ? യേശുവിനെ ഉപേക്ഷിക്കുന്നവൻ ഭോഷനാണ്.
യേശുവിനെ തള്ളിപ്പറയുന്നവൻ ഭോഷനാണ്. ഈശോ ആരെങ്കിലും അങ്ങനെ ഭോഷൻ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഈശോ വിളിച്ചിട്ടുണ്ടോ? ഈശോ ഭോഷൻ എന്ന് വിളിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെയാ, ഈശോയെ ഉപേക്ഷിക്കുന്ന, അല്ലേ? ഇല്ലേ? അതാണ് കർത്താവ്. നീരുറവ ഉപേക്ഷിച്ച് പൊട്ടക്കുളം തേടി പോകുന്നവർ വിഡ്ഢികളാണ്. ഇല്ലേ? കർത്താവിന്റെ നീരുറവ ജീവന്റെ ഉറവ. ജീവന്റെ ഉറവ ഉപേക്ഷിച്ച് പൊട്ടക്കുളം തേടി പോകുന്നവർ വിഡ്ഢികളാണ്. ധനികനായ വിഡ്ഢി, അല്ലേ? അല്ലെങ്കിൽ വിഡ്ഢിയായ ധനികൻ, അയാളുടെ ഉപമ ഈശോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈശോയെ ഉപേക്ഷിച്ച് പോയതുകൊണ്ട് ഈശോ അവരെ വിളിക്കുകയാണ് ഭോഷന്മാരെ, അങ്ങനെ വിളിക്കുകയാണ്. ഇനി ഈശോയെ ഉപേക്ഷിക്കാതെ വേറെ ചിലർ പോയി. അപ്പോസ്തലന്മാര് ഇതുപോലെ തന്നെ പോയി. അവർ ഈശോനെ ഉപേക്ഷിച്ചില്ല. പെന്തക്കോസ്തയ്ക്ക് മുമ്പ്, യേശുവിന്റെ ഉത്ഥാനം കഴിഞ്ഞപ്പോ, അവര് സ്വർഗാരോഹണത്തിന് മുമ്പ്, ഉത്ഥാനം കഴിഞ്ഞു, സ്വർഗാരോഹണം ആയിട്ടില്ല. ആ സമയത്ത് ശിഷ്യന്മാരെന്ത് ചെയ്തു? അവര് മീൻ പിടിക്കാൻ പോയി. നമ്മൾ നേരത്തെ പറഞ്ഞു അവരെല്ലാം ഉപേക്ഷിച്ചവരാണ്. അവർ വലയും വഞ്ചും ഉപേക്ഷിച്ചു, അന്ന് കിട്ടിയ മീൻ ഉപേക്ഷിച്ചു, അവരുടെ മാതാപിതാക്കളെ വിട്ടു. ഇതെല്ലാം വിട്ട് അവരിങ്ങനെ ഈശോയുടെ കൂടെ നടന്നു. പക്ഷെ ഇപ്പൊ അത് അവസാനം ഉദ്ധാനം ചെയ്തു എന്ന് പറഞ്ഞ കാര്യം വിശ്വസിക്കാൻ പറ്റാതെ പത്രോസ് പറയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോവാണ്. ഇതെല്ലാം ഉപേക്ഷിച്ചതാണ്, വീണ്ടും മീൻ പിടിക്കാൻ പോവാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ഏഴുപേര് ഒപ്പം ഉണ്ടായിരുന്നു. അവര് ചാടി വീണ് പറഞ്ഞു, ഞങ്ങളും വരുന്നു. കണ്ടോ? അപ്പൊ പത്രോസ് ഒന്ന് പറയാൻ വേണ്ടി കാത്തിരുന്ന പോലെ പത്രോസ് പറഞ്ഞ പാടെ അവരും ചാടി വീണു. കാരണം എന്താ? അനുഭവമില്ല, അനുഭവമില്ല. യേശുവിന്റെ കൂടെ നടന്നു, പക്ഷേ യേശു അനുഭവം ഉണ്ടായിരുന്നില്ല, പരിശുദ്ധാത്മ നിറവുണ്ടായിരുന്നില്ല. അവര് മീൻ പിടിക്കാൻ പോയി. ഈശോ അവരെ എന്തെന്നാ വിളിച്ചേ? ഭോഷന്മാരെ എന്നാണോ? ഈശോ അങ്ങനെയാണോ വിളിച്ചേ? അവർ ഈശോയെ ഉപേക്ഷിച്ചിട്ടില്ല. ഈശോയെ ഉപേക്ഷിച്ചില്ല അപ്പോസ്തലന്മാര്, പക്ഷേ വഴി ഉപേക്ഷിച്ചു, സുവിശേഷത്തിന്റെ വഴി ഉപേക്ഷിച്ചു. അപ്പൊ എന്തെന്നാ ഈശോ വിളിച്ചേ? കുഞ്ഞുങ്ങളെ. എന്തെന്നാ വിളിച്ചേ? കുഞ്ഞുങ്ങളെ. മറ്റവരെ വിളിച്ചെന്നാ? ഭോഷന്മാരെ. ഭോഷന്മാരെ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാ? ഈശോയെ ഉപേക്ഷിച്ചത് കൊണ്ടാണ്. കുഞ്ഞുങ്ങളെ എന്ന് വിളിച്ചതുകൊണ്ട് എന്തുകൊണ്ടാ? അവര് സുവിശേഷത്തിന്റെ വഴി ഭയം കൊണ്ട് വിട്ടുപോയി. സുവിശേഷത്തിന്റെ വഴി വിട്ടത് പോയതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, നമുക്ക് തെറ്റുപറ്റി, നമ്മൾ പാപം ചെയ്തു, നമ്മൾ വീണുപോയി എന്ന് വിചാരിച്ച് കർത്താവ് നമ്മളെ വിട്ടുകളയോ? ഇല്ല. കർത്താവ് അപ്പോഴാണ് നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈശോ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്ന എപ്പോഴാ? നമ്മള് ബലഹീനരായിരിക്കുമ്പോഴാ. ഹല്ലേലൂയ. നമ്മൾ കൂടുതൽ ബലഹീനരായിരിക്കുമ്പോൾ ഈശോ നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്നു, അല്ലേ? അങ്ങനെയാണ് ഇപ്പൊ ധൂർത്തപുത്രനെ ഉപമ ഈശോ പറഞ്ഞില്ലേ? ധൂർത്തപുത്രന്റെ ഉപമയില് ധൂർത്തപുത്രൻ തിരിച്ചു വന്നു, അല്ലേ? തിരിച്ചു വന്നപ്പോ ഈ ധൂർത്തപുത്രനോട് പിതാവ് ചോദിച്ചോ, നീ എന്റെ സ്വത്തൊക്കെ എന്ത് ചെയ്തു? ചോദിച്ചോ? ഒന്നും ചോദിച്ചില്ല. നീ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു? നീ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു? ശിക്ഷിച്ചോ? ഇല്ല. എന്താ സംഭവിച്ചേ? ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്നു, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു, വിരുന്നൊരുക്കി, വസ്ത്രം ധരിപ്പിച്ചു, ചെരിപ്പിടിയിച്ചു. കണ്ടോ? ഇതാണ് പിതാവിന്റെ സ്നേഹം. അതുകൊണ്ട് നമുക്ക് വഴിതെറ്റിപ്പോയി, നമ്മൾ പാപം ചെയ്തു പോയി, നമ്മൾ വീണുപോയി, നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കൊണ്ട് കർത്താവ് നമ്മളെ ശിക്ഷിക്കൂല. അപ്പോഴാണ് കർത്താവ് നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിക്കും. കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കും. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടാൻ നിരന്തരം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് നിറയണം. നമ്മൾ എപ്പോഴും ഓർക്കണം, നിങ്ങളൊക്കെ അമ്മമാരൊക്കെ പ്രത്യേകിച്ച് കഞ്ഞിയും കറിയൊക്കെ വെച്ചിരുന്നത് അടുപ്പ് കത്തിച്ചല്ലേ പണ്ട്, അല്ലേ? വിറകടുപ്പിലാണ് കത്തിച്ചിരുന്നത്. ഇപ്പോഴല്ലേ ഗ്യാസൊക്കെ വന്നത്. അപ്പൊ പണ്ട് ഈ വിറകടുപ്പിൽ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോ നമുക്കറിയാം, ചില സമയത്ത് ഞാനൊക്കെ ചെറുപ്പത്തിലെ പഠിച്ചു, ഞാൻ ഇടയ്ക്ക് സമയം നോക്കുക, എന്റെ സമയം കഴിയുമ്പോൾ നിർത്തണമല്ലോ. അപ്പോ ഇങ്ങനെ അടുപ്പിൽ ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ചിലപ്പോൾ സ്കൂളിലെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അമ്മ അവിടെ അടുപ്പിൽ കഞ്ഞി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അപ്പുറത്ത് മാറി നിന്ന് ചിലപ്പോൾ അപ്പുറത്തെ ചെടുത്തിനോട് സംസാരിക്കണ്ടാവും, ഇല്ലെങ്കിൽ പുറത്ത് നിന്ന് കല്ലയിലിട്ട് അലക്കലുണ്ടാവും. അപ്പൊ ഞാൻ വരുന്ന നോക്കുമ്പോ, ഞാൻ വിശന്ന് വന്ന് നോക്കുമ്പോ എന്താ, കഞ്ഞിക്കല്ലും ഇരിപ്പുണ്ട്, പക്ഷെ അടുപ്പ് കെട്ടുപോയി. അപ്പൊ നമുക്കാണ് വിശന്നിട്ടും വയ്യ. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ അവിടെ ഒന്ന് നോക്കുമ്പോൾ ദൈവമേ കഞ്ഞിയും കറിയൊക്കെ ഇപ്പൊ റെഡി ആയിരിക്കും എന്ന് വിചാരിച്ചാ വരുന്നത്. ചിലപ്പോൾ ഇത്തിരി നേരത്തെ വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കണേ. അപ്പൊ അടുപ്പ് കെട്ടിരിക്കുക. അപ്പൊ അവിടെ കിടന്ന് ഒരു വിളിയുണ്ട്, അമ്മേ അതെ അടുപ്പ് കെട്ടു, വന്നേ എനിക്ക് വിശക്കണം എന്ന് പറയും. അപ്പൊ അമ്മ ഒന്ന് മിണ്ടാണ്ടിരിയുടെ ചെറുക്ക എന്ന് പറയും, അല്ലേ? അമ്മ പറയും ഒന്ന് മിണ്ടാണ്ടിരിയുടെ ചെറുക്ക എന്ന് പറയും. എന്നിട്ട് അമ്മ വരും. അപ്പൊ എന്താണ്, അമ്മ വന്നിട്ട് എന്ത് ചെയ്യും? അമ്മ വന്നിട്ട് ആ വിറകിലെ, ആ അടുപ്പിലെ ആ ചാരം ഉണ്ടല്ലോ, മീതെ കിടക്കുന്ന ചാരം, ആ
ആ ചാരം അങ്ങ് കളയും, തട്ടും, വടിച്ചു കളയും. എന്നിട്ട് എന്ത് ചെയ്യും? ആ വിറക് കൊള്ളി എടുത്ത് 2 കൊട്ട് കൊട്ടിയിട്ട് ഒരു ഊതൂതുമ്പോ വിറക് കത്തി. അപ്പൊ തീ കെട്ടിടണ്ടായില്ല. ഞാൻ വിചാരിച്ചു തീ കെട്ടുപോയി. ശരിക്കും തീ കെട്ടിടണ്ടായില്ല. മീതെ അല്പം ചാരം കിടപ്പുണ്ടെന്നേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിൽ തീക്കനൽ ഉണ്ടായിരുന്നു. ഇതുപോലെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഉപമ പറഞ്ഞെന്തിനാണെന്നറിയോ? ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചാരം മൂടിക്കിടപ്പുണ്ടാകും. പലതും ദൈവത്തിന്റെ അഗ്നി ചാരം മൂടിക്കിടപ്പുണ്ടാകും. പക്ഷെ അഗ്നി കെടൂല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മ അഗ്നി കെടുകയില്ല, അതവിടെ ഉണ്ട്. ആ തീക്കനല് കെട്ടുപോകാതെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിലെ തീക്കനല് കെട്ടുപോകാതെ സൂക്ഷിക്കണം. ചാരം നമ്മള് വകഞ്ഞു മാറ്റണം, ഒന്നൂതി കത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒന്നൂതി കത്തിക്കണം. ഈ ചാരം, പാപത്തിന്റെ ചാരം, ശാപത്തിന്റെ ചാരം, ദുഷ്ചെയ്തികളുടെ ചാരം, അല്ലെങ്കിൽ ദുശീലങ്ങളുടെ, തഴക്കദോഷങ്ങളുടെ ഇത്തരം ചാരമെല്ലാം നമ്മൾ വകഞ്ഞു മാറ്റി ആ തീ, പരിശുദ്ധാത്മാവുന്ന അഗ്നി നമ്മുടെ ഉള്ളിൽ കത്തിജ്വലിക്കണം, അഭിഷേകമായി നിറയണം. അതാണ് വേണ്ടത്. നമുക്കറിയാം, എസെക്കിയേലിന്റെ പുസ്തകം 47-ാമത്തെ അധ്യായത്തില് നമുക്ക് ബലിപീഠത്തിൽ, ദൈവാലയത്തിന്റെ ബലിപീഠത്തിന്റെ താഴെ നിന്ന് കിഴക്കോട്ടും വടക്കോട്ടും ഒക്കെ ഒഴുകുന്ന ഒരു നദിയെ കുറിച്ച് പറയുന്നുണ്ട്, ഇല്ലേ? ജീവജലത്തിന്റെ നദി, പരിശുദ്ധാത്മാവാണത്, ആത്മനദിയാണ്. ബലിപീഠത്തിൽ നിന്ന് നദി ഒഴുകുന്നു. എങ്ങോട്ടാ ഒഴുകണേ? വരണ്ട ഭൂമിയിലേക്ക്, വരണ്ട ഹൃദയങ്ങളിലേക്ക്, വരണ്ട മനസ്സിലേക്ക്, വരണ്ട ആത്മാവിലേക്ക് ഈ നദി ഒഴുകുന്നു. ഒഴുകുന്നിടമെല്ലാം നനച്ച് കടന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. വരണ്ട അവസ്ഥയെ ഈ ആത്മനദി ഒഴുകി നനച്ച് കടന്നു പോകുന്നു. എന്താ അവിടെ? ഒരിക്കലും ഫലം തരാത്ത അവസ്ഥയിൽ കിടന്ന ഈ വരണ്ട ഭൂമിയെ ഫലസമ്പന്നമാക്കി മാറ്റുന്നു. മാത്രമല്ല, അവിടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ തള്ളിക്കൊണ്ടു പോകുന്നു. അരാബായിലെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ തള്ളിക്കൊണ്ടുപോയി കടലിലെ ജലത്തെ ശുദ്ധീകരിക്കുന്നുവെന്ന് എസെക്കിയേൽ 47 പറയുന്നു. അപ്പൊ അതുപോലെ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്നതെല്ലാം തള്ളിക്കൊണ്ടു പോകുന്നു, ബ്ലോക്കുകളൊക്കെ മാറ്റുന്നു, എന്നിട്ട് വിശുദ്ധീകരിച്ചു തരുന്നു. ഇതാണ് പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോ ഇതാണ് ഈശോ പറഞ്ഞ യോഹന്നാന്റെ സുവിശേഷം 7:37-38 ഈശോ പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എന്നിൽ നിന്ന് കുടിക്കട്ടെ, എന്നിൽ നിന്ന് കുടിക്കുന്നവരിൽ നിന്ന് നിത്യജീവന്റെ ജലം നിർഗളിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആത്മാവിന്റെ അഭിഷേകം, നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാ അഭിഷേകം ഞങ്ങളിലേക്ക് ഒഴുകണമേ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ചെറിയൊരു പാട്ട് പാടി നമ്മളിപ്പോ ആ സ്തുതിപ്പിലേക്ക് കടക്കാണ്. പ്രാണപ്രിയ പ്രാണപ്രിയ ചങ്കിലെ ചോര തന്നെന്നെ വീണ്ടെടുത്തവനെ, വീണ്ടെടുപ്പുകാരാ. അറിയാവോ? നമുക്കത് കൈയടിച്ച് പാടാവുന്ന പാടാണ് കേട്ടോ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. കൃപയേ കൃപയേ വർണ്ണിപ്പാൻ അസാധ്യമേ അത്. എല്ലാവരും ഒന്നിച്ച് നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. നന്ദി യേശുവേ, നിനക്ക് നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾക്കൊരായിരം നന്ദി. സ്പീഡ് അപ്പൊ നമുക്ക് ഒരുമിച്ച് കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും. കൈടിച്ചോ കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൽ മീതെ വഹിക്കും പോലെ, കോഴിതൻ കുഞ്ഞിനെ ചിറകടിയിൽ
മറയ്ക്കും പോലെ കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ മീതെ വഹിക്കും പോലെ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ ദൈവകൃപയാൽ നിർത്തിയിടും ദയയാൽ നിത്യദയയാ. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാം. വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാം. കൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാം. വൈഷമ്യമേടുകളിൽ കരം പിടിച്ച് എന്നെ നടത്തുന്നതാം. എണ്ണിയ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. എണ്ണിയ തീരാത്ത നന്മകൾ ചൊല്ലിയാൽ തീരാത്തവൻ കൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. കരങ്ങൾ ഉയർത്തി ചോദിച്ചേർന്ന് നമ്മൾ സ്തുതിക്കുകയാണ്. പരിശുദ്ധാത്മ ശക്തി ഈ നിമിഷം നമ്മളിലേക്ക് ഇറങ്ങി വന്ന് ഈ സമയം മുഴുവൻ ഈ 1 മണിക്കൂർ സമയം ആത്മാവിന്റെ അഭിഷേകം നിറഞ്ഞതിനെയോർത്ത് പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. ഈശോയുടെ ആത്മശക്തി ഞങ്ങളിൽ നിറച്ചതിന് ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന് ജീവൻ ജലത്തിന്റെ അരുവികൾ ഒഴുകുമെന്ന് കർത്താവേ അരുളി ചെയ്തതുപോലെ ആ നിറവ് ഈ നിമിഷം ഞങ്ങൾക്ക് തന്നതിന് അഭിഷേകത്തോടെ ഞങ്ങളെ ഈ കൂട്ടായ്മയിൽ നിലനിർത്തിയെന്ന് പരിശുദ്ധാത്മ ശക്തിയാണ് ഞങ്ങൾക്ക് വിടുതലിന്റെ സൗഖ്യം തന്നതിന് അന്ധകാരശക്തി ആധിപത്യത്തിൽ നിന്നുള്ള കർത്താവെ വിടുതൽ നൽകിയതിന് ഈ നിമിഷം സ്തുതിക്കുന്നു. വചനത്തിന്റെ ശക്തിയാണ് ഞങ്ങൾ അഭിഷേകിച്ചതിന്, ഈശോ തിരുനാമത്തിന്റെ മുദ്ര ഞങ്ങളെ പതിച്ചതിന്, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളെ മുദ്രിതരാക്കിയതിന്, അവിടുത്തെ സഹനവും മരണവും ഉത്ഥാനവും വഴി പെസഹാരഹസ്യങ്ങളുടെ നിലവിൽ ഞങ്ങളെ നയിച്ചതിനെ ഓർത്ത് സ്തുതിക്കുന്നു. പിശാചിന്റെ തല തകർത്ത പുത്രന് ജന്മം കൊടുത്ത പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ അവിടുത്തെ കൃപ കടന്നു വരുന്നതിന്, അവിടുത്തെ സാന്നിധ്യം നിറയുന്നതിന് ഏതെങ്കിലും രീതിയിൽ പാപത്തിന്റെയോ ശാപത്തിന്റെയോ ഏതെങ്കിലും രീതിയിലുള്ള അന്ധകാരശക്തിയുടെ സ്വാധീനമുണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിൽ വിട്ടുപോട്ടെ. സ്തുതിക്കുന്നു. യേശുനാമം എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളും രുചിച്ചറിയട്ടെ, അനുഭവിച്ചറിയട്ടെ. യേശുനാമത്തിന്റെ ശക്തി എല്ലാ മക്കളിലേക്കും വരട്ടെ. സ്തുതിക്കുന്നു. യേശു ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Praise the Lord. Praise the Lord. Hallelujah.